ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين. സഹോദരങ്ങളെ, ഇന്ന് എല്ലാ മീഡിയയിലൂടെയും ഇസ്ലാമിനെ തകർക്കുന്നതിന് വേണ്ടി ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാ കാലഘട്ടത്തിലും പറ്റുന്ന രീതിയിലൊക്കെ ശത്രുക്കൾ അതിനുവേണ്ടി പരിശ്രമം നടത്തിയിട്ടുണ്ട്. എങ്കിലും ഇസ്ലാം ഓരോ ദിവസവും അതിൻ്റെ വളർച്ചയുടെ ഘട്ടത്തിലൂടെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത് അള്ളാഹുവിൻ്റെ മതമാണ്. അതിനെ തകർക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല എന്നത് തന്നെ. ഇന്ത്യയുടെ ദേശീയ ചാനലിലൂടെ പോലും എല്ലാ മനുഷ്യരെയും ഒരുപോലെ ഉൾക്കൊള്ളേണ്ടുന്ന ദേശീയമായ ഒരുപോലെ എല്ലാവർക്കും അനുഭവിക്കാൻ സാധിക്കേണ്ടുന്ന കാര്യങ്ങൾ പോലും അത് ഒരു മതത്തിന് വേണ്ടിയും മറ്റൊരു മതത്തിന് എതിരായിക്കൊണ്ടൊക്കെ ഉപയോഗിക്കുന്ന അവസ്ഥ. വലിയ പരസ്യം ചെയ്തുകൊണ്ട് ഒരു പ്രോപ്പഗണ്ട ഫിലിം കഴിഞ്ഞ ദിവസം ഇലക്ഷനോടനുബന്ധിച്ചുകൊണ്ട് പ്രക്ഷേപണം ചെയ്യുകയുണ്ടായി. കേരള സ്റ്റോറി എന്ന് പറയുന്നത്, അതായത് ഇസ്ലാമിനെ വെറുക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിനിമ. ഇവിടെ നിന്നും പല അമുസ്ലിം പെൺകുട്ടികളെ കേരളത്തിൽ നിന്ന് കടത്തിക്കൊണ്ട് പോവുകയും അവരെ മുസ്ലിമാക്കിക്കൊണ്ട് സിറിയയിലും അതുപോലെയുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ചാവേറായിക്കൊണ്ട് ഉപയോഗപ്പെടുത്തുന്നു എന്നും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും പ്രചരിപ്പിക്കാനുമുള്ള സിനിമ. ഒരിക്കലും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്ന ഒരു മനുഷ്യനും അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് മറ്റ് മതസ്ഥരുടെ പ്രതികരണത്തിൽ നിന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മൾ ഏത് മേഖലയിൽ ഇടപെട്ടാലും അവിടെയൊക്കെ നമുക്കൊരു ഹക്കുണ്ട്, നമുക്കൊരു ബാധ്യതയുണ്ട് എന്നാണ്. അതൊക്കെ വളരെ മാനുഷികമായ ബാധ്യതകളാണ് എന്നും ഏതൊരു ബുദ്ധിയും യുക്തിയുമുള്ള മനുഷ്യർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, ചില ഹദീസുകൾ കാണുന്നത് നമ്മൾ ഒരുപാട് പരിചയമുള്ള ഹദീസുകളായിരിക്കും, എങ്കിലും അതിന്റെ അർത്ഥതലത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ വളരെ അത്ഭുതകരമാണ് ഇസ്ലാമിന്റെ ഉപദേശങ്ങൾ, ഇസ്ലാമിന്റെ സംസ്കാരങ്ങൾ. ഈ സംസ്കാരം കണ്ടുകൊണ്ടല്ലാതെ ഒരു മനുഷ്യനും യഥാർത്ഥ മുസ്ലിം ആയിട്ടില്ല എന്നുള്ളതാണ്. ഒരൊറ്റ മനുഷ്യനും ആകാനും സാധിക്കുകയില്ല. പ്രേമിച്ചും സ്നേഹിച്ചും ഒരു പെണ്ണിനെ കിട്ടാൻ, ഒരു ചെക്കനെ കിട്ടാൻ അതിനുവേണ്ടി ഇതിലേക്ക് കടന്നു വന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ ജീവിതം പരിശോധിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരതിലിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതല്ലാതെ ഇസ്ലാമായിക്കൊണ്ടവർക്ക് ബന്ധമുള്ള പലരെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ബിസിനസ് പറഞ്ഞു, ഇയാക്കും നിങ്ങൾ സൂക്ഷിക്കുക, മജാലിസ് തുറക്കാത്ത്, നിങ്ങൾ വഴികളിൽ ഇരിക്കുന്നത് സൂക്ഷിക്കുക, നിങ്ങൾ വഴികളിൽ ഇരുന്ന് സംസാരിക്കുക. അങ്ങനെ ഈ വഴിയോരങ്ങളിൽ ഇടപെട്ടുകൊണ്ടുള്ള ആ ഇരുത്തം നിങ്ങൾ ഒഴിവാക്കണം, നിങ്ങളത് സൂക്ഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ സഹാബത്ത് വീട് പറഞ്ഞു, പ്രവാചകൻ, ഞങ്ങളുടെ കച്ചവടവുമായി ഞങ്ങളുടെ വ്യവഹാരങ്ങളുമായിക്കൊണ്ടൊക്കെ ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഇരിക്കേണ്ടി വരും. അപ്പൊ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ യസസ് പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ നിർബന്ധമാണ് എങ്കിൽ നിങ്ങൾ വഴിയോടുള്ള ഹക്ക് പാലിക്കണം. അതിനുള്ള ചില ബാധ്യതകളുണ്ട്. നിങ്ങൾക്ക് ഇരിക്കേണ്ടി വന്നാൽ തന്നെ, വഴിയോരങ്ങളിൽ ഇരിക്കേണ്ടി വന്നാൽ, ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരിക്കേണ്ടി വന്നാല് നിങ്ങൾക്ക് ചില ബാധ്യതകളുണ്ട്. വഴിയോട് ഹക്ക് തുറക്കാത്ത വഴിയോട് നിങ്ങൾക്ക് ചില ബാധ്യതകളുണ്ട്. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു, എന്താണ് നബിയെ ഈ വഴിയോടുള്ള ബാധ്യത എന്താണ്? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായിക്കൊണ്ട് പറയുന്നത് ഗദ്ദുൽ ബസർ, നിങ്ങൾ കണ്ണ് താഴ്ത്തണം. ഒന്നാമത്തെ കാര്യം അതാണ്, കണ്ണ് താഴ്ത്തണം. അതായത് നോക്കാൻ പാടില്ലാത്തത് നിങ്ങൾ നോക്കാൻ പാടില്ല. വഴിയിലിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിക്കൊണ്ട് അന്യ സ്ത്രീകളാണ് ഉദ്ദേശിച്ചത്. അന്യ സ്ത്രീകൾ മുന്നിൽ കൂടെ പോയാൽ നിങ്ങൾ നോക്കാൻ പാടില്ല എന്ന് ആ വഴിയിലിരിക്കുന്ന സാധാരണ ഒരു സംഭവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇതാണ് ഇസ്ലാം.
അതല്ലാതെ പെണ്ണുങ്ങളെ നോക്കി അവരെ മയക്കി വശീകരിച്ച് അവരെ പ്രേമിച്ച് ഇസ്ലാമാക്കാൻ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ല. അത് ഈ പ്രവാചകൻ പഠിപ്പിച്ച ദീനല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളൽ ബസർ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കണ്ണിനെ നിങ്ങൾ താഴ്ത്തണം എന്ന് പ്രവാചകൻ പറഞ്ഞു. അത് മുഅ്മിനീങ്ങളോട് മുഴുവനും പറയാൻ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തുൽ നൂറിൽ 30-ാമത്തെ ആയത്തിൽ കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം, അവരെ കണ്ണുകളെ താഴ്ത്താൻ അവരോട് നിങ്ങൾ പറയണം, നീ പറയണം എന്ന് പ്രവാചകൻ പറയണം. വയഹ്ഫളു ഫുറൂജഹും, അങ്ങനെ അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ അവർ സംരക്ഷിക്കണം എന്ന് പറയുമ്പോൾ ആരെ നോക്കരുതെന്നാണ്, പെണ്ണിനെ നോക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പഠിപ്പിക്കുകയാണ്. ദാലിക അസ്കാലക്കും, അതാണ് നിങ്ങൾക്ക് ഉത്തമം, അതാണ് നിങ്ങൾക്ക് ഏറ്റവും സംസ്കാരത്തിന് ഏറ്റവും പറ്റിയത് അതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ചെയ്യുന്നതെല്ലാം കണ്ടുകൊണ്ടേയിരിക്കുന്ന ഖബീറും ബിമാ യസ്നഊൻ, അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു ഖബീറാണ്. നമ്മുടെ മനസ്സുകളുള്ളത് പോലും അറിയും, നമ്മുടെ നോട്ടം അതെന്തിനു വേണ്ടിയാണ്, അത്രയും സൂക്ഷ്മമായിക്കൊണ്ട് ആ രംഗം അവിടെ സംശുദ്ധി പാലിക്കണം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അവരെങ്ങനെയാണ് ഒരു പെണ്ണിനെ പ്രേമിച്ച് വിവാഹം കഴിച്ച് എവിടെയെങ്കിലും കൊണ്ട് പൊട്ടിത്തെറിക്കാൻ വേണ്ടി കൊടുക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. ഇതുപോലെ പറഞ്ഞു കൊടുക്കാൻ ഒരു തെളിവ് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് ചോദിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പൊ ഒന്നാമത്തെ ബാധ്യത അള്ളൽ ബസർ, കണ്ണിനെ നിങ്ങൾ താക്കണം. രണ്ടാമതായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യമാണ് കഫുൽ അദാ, എന്തെങ്കിലും ഉപദ്രവം വഴിയിലുണ്ടെങ്കിൽ അത് നീക്കണം. അതാണ് ഇസ്ലാമിന്റെ സംസ്കാരം അവിടെ കാണിക്കുന്നത്. ആ ഇരിക്കുന്ന സമയത്ത് ഏതെങ്കിലും വഴിയാത്രക്കാർക്ക് തടസ്സമുണ്ടാക്കുന്നത് എന്തെങ്കിലും വഴിയിലുണ്ടെങ്കിൽ അത് എടുത്തു മാറ്റാനുള്ള ബാധ്യത ആ വിശ്വാസിക്കുണ്ട് എന്ന് പ്രവാചകൻ. അതല്ലാത്തവർ ഇരിക്കണ്ട, അതല്ലാത്ത വീട്ടിൽ പോയിരിക്കുക അല്ലെങ്കിൽ പള്ളിയിൽ പോയിരിക്കുക. വറദ്ദു സലാം, സലാം പറയുന്നവർക്ക് സലാം മടക്കണം. അംറും ബിൽ മഅറൂഫ് വനഹി അനിൽ മുൻകർ, അതുപോലെ നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. കഴിയുന്ന രീതിയിൽ ദഅവത്ത് നടത്തണം. അവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന അവസരം പാഴാക്കാതെ അവിടെയും ഉപയോഗപ്പെടുത്തണം. നമ്മളൊക്കെ പലപ്പോഴും ഇതുപോലുള്ള വഴികളിൽ ഇരിക്കുകയും ചായക്കടയിൽ ഇരിക്കുകയും ചായ കുടിച്ച് പത്രവും എടുത്ത് ചില ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്ന് രാഷ്ട്രീയം ചർച്ച ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തയും തെറിയുമൊക്കെ പറയുമ്പോൾ ഇസ്ലാം പോലും നമ്മൾ മുസ്ലിങ്ങളാണോ, പള്ളിയിൽ നിന്ന് ഇറങ്ങി ഞാൻ തന്നെയാണോ ഇത് എന്ന് നമ്മൾ തന്നെ സംശയിച്ചു പോകുന്ന അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകുക. അപ്പൊ അതുപോലെ വഴിയിലിരുന്നിട്ട് കവലച്ചട്ടമ്പികളായിക്കൊണ്ട് വലിയ ആളായി സംസാരിക്കുക എന്നതല്ല, മറിച്ച് അവിടെയും എന്ത് ചെയ്യണം, നമ്മുടെ സംസ്കാരം അവിടെ കാണിച്ചു കൊടുക്കണം. ആ നന്മ കൽപ്പിക്കുക, എന്തെങ്കിലും തെറ്റ് കണ്ടാല് അത് വിരോധിക്കാൻ, അത് തടയാനും ഒക്കെ സാധിക്കണം. ഇതിന് നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ വഴിയിൽ ഇരിക്കാൻ പാടില്ല എന്ന് പഠിക്കുന്നത് അത്ഭുതകരമായിട്ട്. എനിക്ക് അത് ഈ അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് പല പ്രാവശ്യങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷെ എടുത്തു നോക്കുന്നവർക്ക് ഒരു അത്ഭുതം തോന്നുന്ന ഒരു ഹദീസാണ്. ഇത്രയും മഹത്തായിട്ടുള്ള സംസ്കാരം പഠിപ്പിക്കുന്ന ഇസ്ലാമിൽ ഒരിക്കലും ഒരു പെണ്ണിനെ വശീകരിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഈ ഒരൊറ്റ ഹദീസിന്റെ ആശയം മാത്രം പറഞ്ഞു കൊടുക്കുമ്പോൾ എത്രത്തോളം സംശുദ്ധമാണ് ഇസ്ലാമിനെ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അത് ജീവിതത്തിലൂടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ട്, സ്വഹാബത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ആ ഒരു അമൂല്യമായ മാർഗദർശനം ഇതാണ് ഇസ്ലാം വളരാൻ കാരണം. അതല്ലാത്ത ഒന്നിലൂടെയും ഒരു മുസ്ലിമിനെ പോലും നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. ഒരൊറ്റ മുസ്ലിമിനെ പോലും ഈ പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ പഠിക്കണം, അതിന്റെ സംസ്കാരം നമ്മൾ ഉൾക്കൊള്ളണം. ആ ഒരു അഭിമാന ബോധത്തോടു കൂടി നമ്മൾ ജീവിക്കുകയും സംസാരിക്കാൻ വേണം അതിനെക്കുറിച്ച്. ആ രീതിയിൽ ദഅവത്ത് നടത്താൻ സഹോദരന്മാരെ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.